Vlog and it's me Chippo here. പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. And today's video is like a day in my life. അപ്പോൾ എന്താ പറയുക, ഇന്നൊരു ഓഫ് ഡേ, ലീവല്ല അല്ലെങ്കിൽ ലീവാണ്. അപ്പോൾ ഐ തിങ്ക് ദാറ്റ് ടേക്ക് ഇഷ്യൂ വീഡിയോ ഓഫ് ഡേ ഇൻ മൈ ലൈഫ്. അപ്പോൾ ഇതിപ്പോൾ ഇത്ര നേരം കണ്ടപ്പോൾ എൻ്റെ മോർണിംഗ് റുട്ടീനാണ്. എണീറ്റ് കഴിഞ്ഞിട്ടുള്ള കാര്യങ്ങളൊക്കെയാണ്. ഞാൻ മോർണിംഗ് ഡ്രിങ്കും കുടിച്ചു. അപ്പോൾ തന്നെ ബ്രേക്ക്ഫാസ്റ്റ് ഒന്നും ഞാൻ കഴിക്കില്ല, കുറച്ച് കഴിഞ്ഞിട്ടാണ് ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കുക, 11 മണിക്കാവുമ്പോൾ. അപ്പോൾ കുറച്ച് കാര്യങ്ങൾ ചെയ്യാനൊക്കെ ഉണ്ടെന്ന് വെച്ച്. അപ്പോൾ ഞാൻ ഡ്രസ്സ് മാറ്റി, ഞാനിപ്പോൾ ഹോസ്പിറ്റലിലാണ് പോകണത് ടെസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് തൈറോയിഡിൻ്റെ. അപ്പോൾ മഴ പെയ്യുന്നുണ്ട്, അപ്പോൾ കൂടുതൽ ആർഭാടങ്ങളൊന്നുമില്ല, ഒക്കെ എന്താണ് ഇപ്പോൾ ഒലിച്ചു ഇട്ട് കഴിഞ്ഞാൽ എന്ന് വെച്ച് ലിപ്സ്റ്റിക്ക് മാത്രം ഇട്ടിട്ട് ഇറങ്ങാം. നമുക്ക് റെയിൻകോട്ട് ഇടേണ്ടി വരും. എടപ്പാള ഒരു ഹോസ്പിറ്റൽ, 2 ഹോസ്പിറ്റലുണ്ട്, അല്ല ശുഗപുരം എന്നുള്ള ഹോസ്പിറ്റലിലേക്കാണ് പോകുന്നത്. അവിടെ തോന്നുന്നു ഡെലിവറി എടുത്ത്. ഓക്കെ, ഫിനിഷ്, ദാറ്റ്സ് ഇനഫ്. നമുക്ക് വാച്ചിടാം ആൻഡ് ബാഗ് എടുക്കാം. ഫിനിഷ്, പാക്ക് ചെയ്ത് കഴിഞ്ഞു. ഇനി ജസ്റ്റ് ഈ ഒരു ബാഗ് മാത്രമേ എടുക്കുന്നുള്ളൂ. ഓക്കെ, മഴ പെയ്യുന്നുണ്ട്. പോയിട്ട് വരാം. 25 അതിൽ GCT വെച്ചത് മാത്രമേ ചെയ്യാൻ
അപ്പോൾ ടെസ്റ്റൊക്കെ ചെയ്തിട്ട് വന്നു. ഇങ്ങനെ 2 മണിക്കൂർ എൻ്റെ റിപ്പോർട്ട് മേടിക്കാം. അവിടെ എത്തിയപ്പോൾ നല്ല വെയിൽ, അലാക്കിലെ വെയിൽ. അപ്പോൾ നോക്ക് മഴക്കാറ്. ആ കുറേ ബ്ലഡ് എടുത്താൽ ഇതിന് എത്രത്തോളം ബ്ലഡ് എടുത്താണോ? ആക്ച്വലി തൈറോയിഡാണ് ടെസ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നത്. ഓക്കെ, ഇനി കുറച്ചേരം ഇരിക്കാം, എന്നിട്ട് കുറച്ച് കഴിഞ്ഞിട്ട് എന്തെങ്കിലുമൊക്കെ ചെയ്യാം. ഹൈ, ഈ റിമൂവ് ചെയ്തിട്ടാണ് നമ്മൾ ഇതൊക്കെ പേരുകൾ മാറ്റി കൊടുക്കുന്നത്. മീതേന്നല്ല ശരിക്കും. അപ്പോൾ ആ മീതേൻ്റെ മാറ്റിയിട്ട് നമ്മളിവിടെ ഏതാണോ ഫങ്ഷണൽ ഗ്രൂപ്പ് അതിൻ്റെ ഇപ്പം എന്താ പറയുക OH ആണ് വരുന്നതെന്നുണ്ടെങ്കിൽ നമ്മൾ മെത്തനോളിനാവും. പിന്നെ ഇതാണ് എന്താണ് ഹൈഡ്രോക്സിൽ ഗ്രൂപ്പ്. അപ്പോൾ മെത്തനോൾ ഈസ് ഫോംഡ് ആസ് റീപ്ലേസിംഗ് എ ഹൈഡ്രോജൻ ആറ്റം ഓഫ് മീതേൻ വിത്ത് OH ഗ്രൂപ്പ്. അതാണ്. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ 2 മണിക്കൂറായി. ഇനി ഞാൻ പോയിട്ട് റിസൾട്ട് വാങ്ങിച്ചിട്ട് വരാം. ഒന്നും ഞാൻ ചെയ്തിട്ടില്ല. ടെസ്റ്റ് ചെയ്ത് ഫുഡ് കഴിച്ചിട്ട് ഇങ്ങനെ ഇരുന്നു കുറച്ചേരം യൂണോ കാർഡ്സ് വെച്ച കുട്ടികളായിട്ട്. നത്തിങ് എൽസ് ഇത് കഴിഞ്ഞിട്ട് കുറച്ച് പണികളുണ്ട്, നോക്കാം. റിസൾട്ടൊക്കെ കിട്ടിയിട്ട് ഞാൻ വീട്ടിലെത്തി. ഒക്കെ നോർമലാണ്. എൻ്റെ ഒരു ഇതിൽ വെച്ചിട്ട് എൻ്റെ ഒരു അസ്സാസ് കാരണമാണ് ഞാൻ ചെക്ക് ചെയ്തത് എൻ്റെ റിസൾട്ട്. പക്ഷെ ഒക്കെ നോർമൽ താഴെ ഇടുന്ന തോന്നണേ. വെറുതെ എൻ്റെ 300 രൂപ കളഞ്ഞു. ദാറ്റ്സ് ഓക്കെ, ഫൈൻ. നമുക്ക് ടെസ്റ്റ് ചെയ്യാൻ തോന്നിയിട്ട് ഹെൽത്തി ആണെന്ന് അറിയുന്നത് നല്ലതാണല്ലോ. ചെക്കപ്പ് ഇടയ്ക്ക് ചെയ്യുന്നത് നല്ലതാണ്. അങ്ങനെ ചെയ്താണ്. ഇപ്പോൾ ഞാൻ എന്തോ ഒരു സാധനം ഫയൽ അയക്കാനുണ്ട് സാറിന്. അപ്പോൾ അത് അയക്കാൻ വേണ്ടിയിട്ട് പിന്നെ എന്താണ് ഇത് കഴിഞ്ഞിട്ട് കുറച്ച് പരിപാടികളുണ്ട്. ഇന്ന് ആക്ച്വലി വെള്ളിയാഴ്ചയാണ്. അപ്പോൾ ഒന്ന് കുളിച്ച് ഫ്രഷായി ഒന്ന് വൃത്തിയാകണമെന്നുണ്ട്. എന്നും രാത്രിയാണ് ഞാൻ കുളിക്കാറ്. ഇന്നിപ്പോൾ കാരണം ഈ കളരിയും അതുപോലെ തന്നെ ഓഫീസൊക്കെ കഴിഞ്ഞ് വരുമ്പോൾ തന്നെ നല്ല ലേറ്റായി ടയേർഡാകും. അപ്പോൾ രാത്രി കുളിക്കുകയാണ് ഞാൻ പ്രിഫർ ചെയ്യാറ്. അപ്പോൾ ഇന്നിപ്പോൾ വലിയ പണികളൊന്നും ഇല്ല. അപ്പോൾ ഞാൻ വിചാരിച്ചു രാവിലെ നല്ലൊരു കുളിയൊക്കെ പാസ്സാക്കി. ഇന്ന് വെള്ളിയാഴ്ചയാണ്. അപ്പോൾ നെയിലൊക്കെ ഒന്ന് കട്ട് ചെയ്യണം. ഒന്നൊരു സെൽഫ് ഫ്രഷപ്പാണ് ഇന്ന്. അപ്പോൾ ഇവിടെ എന്താണ് ബാബി ഐസിയൊക്കെ വന്നിട്ടുണ്ട്. അപ്പോൾ അവർ വന്നിട്ട് ഇപ്പോൾ 4-5 ദിവസമായി. അപ്പോൾ എനിക്കൊരു നൈറ്റ് ഡ്രസ്സ് കൊണ്ടുണ്ട്. അപ്പോൾ ഇന്ന് ആ നൈറ്റ് ഡ്രസ്സ് ഇടാമെന്ന് കരുതി. നല്ല ഭയങ്കര ക്യൂട്ടായിട്ടുള്ള നൈറ്റ് ഡ്രസ്സാണ്. അപ്പോൾ ലെറ്റ് മീ ഷോ യു ഗൈസ്. ഇങ്ങനെ ഷർട്ട് ടൈപ്പാണ്. ഇത് ചുരുങ്ങിക്കണം കുറച്ച് സൈസ്. ഞാനിങ്ങനെ നല്ലൊരു ദിവസം ഹോൾഡ് ഇടാൻ വേണ്ടിയിട്ട് എടുത്ത് വെച്ചതാണ്. പാൻറ്റ് ഇതാണ്, ഷർട്ട് ടൈപ്പാണ്. എക്സലാണ് വാങ്ങിച്ചത്. ഇതൊന്ന് ഇടണം. കുറച്ച് ദിവസമായി, ഇപ്പോൾ 1 വീക്കായിട്ട് ഞാനൊരു സ്കിൻ കെയർ റൂട്ടീൻ ചെയ്യുന്നുണ്ട്. അതിൻ്റെ ഫലമായിട്ട് നല്ല ഫേസിലൊക്കെ നല്ല മാറ്റമുണ്ട്. സ്കിൻ ടെക്സ്ചറൊക്കെ നന്നായിട്ട് മാറിയ പോലെ എനിക്ക് ഫീൽ ചെയ്യുന്നുണ്ട്. അപ്പോൾ ഇനിയൊരു വീഡിയോ ഞാൻ സ്കിൻ കെയറിൻ്റേതായിട്ടുള്ള ഒരു വീഡിയോ ഞാൻ പോസ്റ്റ് ചെയ്യുന്നതായിരിക്കും. ഓക്കെ, ആൻഡ് പ്ലീസ് ഡു സബ്സ്ക്രൈബ് മൈ ചാനൽ. ഇനിയും സബ്സ്ക്രൈബ് ചെയ്യാത്ത ഒരുപാട് പേരുണ്ട്. അപ്പോൾ ഇഷ്ടപ്പെട്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ. ഈടായിട്ട് ഭയങ്കരമായിട്ട് നൈറ്റ് വെയേഴ്സിനോട് ഭയങ്കര ഒരു ഇഷ്ടം തോന്നുന്നുണ്ട്. കാരണം വീട്ടിൽ നമുക്ക് ഭയങ്കര കംഫർട്ട് സോണായിട്ട് എനിക്ക് തോന്നുന്നു. എനിക്ക് ഞാൻ നൈറ്റ് വെയറൊക്കെ ഇടുമ്പോൾ. അപ്പോൾ എനിക്ക് നൈറ്റ് സൗണ്ട് ഉണ്ടാവില്ല ബാക്ക്ഗ്രൗണ്ടിൽ, അവരെ മക്കളോടുണ്ട്. അപ്പോൾ ഞാൻ കൂടുതൽ നൈറ്റ് വെയേഴ്സ് ഇപ്പോൾ നോക്കാറുണ്ട്, ഇടാൻ വേണ്ടി മേടിക്കാൻ നോക്കാറുണ്ട്. അപ്പോൾ ഇനിയും നൈറ്റ് വെയേഴ്സ് മേടിക്കണം. ഓൺലൈനിൽ അങ്ങനെ പർച്ചേസ് ചെയ്യണം. ഞാൻ ഇനി കുളിക്കാൻ പോകുമ്പോൾ ഞാൻ പ്രത്യേകിച്ച് തലയിലും തേക്കാറില്ല. കുളിക്കുന്നതിന് മുന്നേ കുളിക്കുന്ന ടൈമിൽ ഞാൻ ഷാമ്പു കണ്ടീഷണറും ഞാൻ യൂസ് ചെയ്യും. ഞാൻ ഓയിൽ യൂസ് ചെയ്യാറില്ല. ഞാൻ ബോട്ടോക്സ് ട്രീറ്റ്മെൻറ്റ് ചെയ്തതിന് ശേഷം പിന്നെ ഞാൻ ഇതുവരെ ഇപ്പോൾ 8-9 months 10 monthsോളം ആയി, 1 വർഷമൊക്കെയായോ ബോട്ടോക്സ് ചെയ്തിട്ട്. പക്ഷേ ഇതുവരെ ഞാൻ അതിന് ശേഷം ഓയിൽ ഞാൻ തലയിൽ തേച്ചിട്ടില്ല. ഞാൻ ഡെയിലി ഓയിൽ യൂസ് ചെയ്തിരുന്ന ഒരാളായിരുന്നു. ഞാൻ ഇതുവരെ പിന്നെ ശേഷം ഞാൻ ഓയിൽ യൂസ് ചെയ്തിട്ടില്ല. ഹായ് പറഞ്ഞ. ഹായ് ഗായ്സ് പറഞ്ഞ. ഹായ് ഗൈസ്. സബ്സ്ക്രൈബ് ചെയ്യാൻ പറ. സബ്സ്ക്രൈബ്. ഓക്കെ. ഐസി പണ്ടത്തെ വീഡിയോസിലൊക്കെ നമ്മൾ കണ്ടിട്ടുണ്ടാവും ഐസിനെ. ഐസി ഇത്ര വലുതായി, എത്ര ഹൈറ്റ് ആയില്ലേ. ഏതാ സ്റ്റാൻഡേർഡ് ഐസി? ഗ്രേഡ് 1. ഗ്രേഡ് 1 ഫസ്റ്റ് സ്റ്റാൻഡേർഡ്. അങ്ങനെ ഒരു കുളിയൊക്കെ പാസ്സാക്കി. നല്ല ലൂസുണ്ട്, പക്ഷെ നല്ല ഇതിട്ട് തന്നെ അറിയണില്ല. അപ്പോൾ നമുക്ക് ജസ്റ്റ് ഒന്ന് ഫ്രഷ് ആവാം. ജസ്റ്റ് മറയത്തിൻ്റെ ബോഡി ക്രീമിലെ ഫുഡ് കഴിക്കാൻ വിളിക്കുന്നുണ്ട്. വളരെ ലേറ്റായി.
ഓക്കെ സെറ്റ് ഫ്ലാറ്റ് ഓക്കെ അച്ചാർ നല്ല മാങ്ങ അപ്പോൾ നല്ല ബിരിയാണിയൊക്കെ നെയ്ച്ചോറൊക്കെ കഴിച്ച് ക്ഷീണമായിട്ട് ഇരിക്കുകയാണ്. അപ്പോൾ ഒന്ന് മയങ്ങാൻ എഴുതി. ഞാൻ അങ്ങനെ ഉറങ്ങി തീർക്കൊന്നുമില്ല. എന്തെങ്കിലും എനിക്ക് ഇന്ന് യൂസ്ഫുള്ളായിട്ടുള്ള ഒന്നും ചെയ്തിട്ടില്ലെങ്കിൽ ഭയങ്കര റിഗ്രറ്റ് ആയിരിക്കും. എൻ്റെ ക്യാരക്ടർ അങ്ങനെയാണ്. അപ്പോൾ എന്തെങ്കിലുമൊക്കെ ഞാൻ ചെയ്യും. അപ്പോൾ ഞാൻ ചിലപ്പോൾ കിടന്നിട്ട് എന്തെങ്കിലും എഡിറ്റ് ചെയ്യാണെങ്കിൽ എഡിറ്റ് ചെയ്യും. വർക്ക് എന്തെങ്കിലും ചെയ്യാണ്ട്. അപ്പോൾ ഞാനിന്ന് രാത്രി വർക്ക് ചെയ്യാം. ഇപ്പോൾ ഇതിൽ എഡിറ്റിങ് കാര്യങ്ങളൊക്കെ ഞങ്ങൾ എടുക്കാൻ പോകണമെന്ന് വിചാരിക്കണ്ടോ ഗൈസ്. ഞങ്ങൾ കുളത്തിൽ പോവാണ്. കിടന്ന് എണീറ്റ് പിന്നെ ഇപ്പോൾ 4:30 ആയി. അപ്പോൾ നമ്മൾ സ്വിമ്മിങ്ങിന് വേണ്ടി വന്നിരിക്കണം. വെറുതെ അടിച്ച് പൊളിക്കാൻ വേണ്ടിയിട്ടല്ല, പക്ക നീന്തക്കം പഠിക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഇറങ്ങിയിരിക്കുന്നത്. കുറച്ച് ദിവസമായി ഇതിൻ്റെ പിന്നെ നടക്കണം. ഒന്ന് മര്യാദക്ക് നീന്തക്കം പഠിക്കണമെന്നുണ്ട്. അതുപോലെ തന്നെ ഡ്രൈവിംഗ് ഒക്കെ ശരിയാക്കണമെന്നുണ്ട്. അപ്പോൾ ഞാൻ ഇതാ മോള് ഉമ്മയാണ് ട്രെയിനിങ് തരുന്നതിൻ്റെ നമ്മൾ ഞങ്ങൾ കുപ്പിയും പാട്ടൊക്കെ ഇട്ട് വന്നിക്കണം. നീന്തൊക്കെ ശരിയായാൽ മതിയായിരുന്നു. കോളം കഴിച്ച് പഴയ കോളമാണ് കഴിച്ച് നീന്തൊക്കെ ഇല്ല പഠിച്ചിട്ടില്ല. ഞാൻ പഠിക്കാണ്ട് 1 മണിക്കൂർ നീന്തപ്പോൾ കുറച്ച് ഇമ്പ്രൂവ് ആയി. എനിക്ക് ഇനിയും ടൈം എടുക്കും. മരം അവിടെ കുറച്ച് ആൾക്കാരെ വെയിറ്റ്. അപ്പം ഞാൻ പോട്ടെ. വീട്ടിലേക്ക് വന്ന് നീന്തിയിട്ട് വീട്ടിലേക്ക് വന്ന് വീണ്ടും കുളിച്ചു. ദാറ്റ്സ് ഓക്കെ. 2 പ്രാവശ്യം കുളിച്ചിട്ടുണ്ട്. പക്ഷെ അത് വേർത്തായിരുന്നു കേട്ടോ. കാരണം 1 മണിക്കൂറിന് മേലെ നീന്താൻ പഠിച്ചിട്ടില്ല. എന്നാലും അതിന് കുറേ നേരം സ്പെൻഡ് ചെയ്തു. ഇനി കുറച്ച് നേരം ഞാൻ ലാപ്പൊക്കെ തുറന്ന് വെച്ചിരിക്കുന്നുണ്ട്. കുറച്ച് വർക്കും കാര്യങ്ങളൊക്കെ ഒന്ന് കംപ്ലീറ്റ് ചെയ്യാനുണ്ട്. കൂടെ എഡിറ്റിംഗ് ഒക്കെ ചെയ്യണമെങ്കിൽ അതും ചെയ്യും. അപ്പോൾ അതൊക്കെ ഒന്ന് ചെയ്യട്ടെ. ടൈം വന്നിട്ട് 6:30 ആയിട്ടുണ്ടാവുള്ളൂ. ടൈം വന്നിട്ട് 6:30 ആയിട്ടുണ്ട്. അപ്പം ഞാനൊന്ന് കുറച്ച് ഇരുന്ന് മരുബിസ്കാരൊക്കെ കഴിഞ്ഞിട്ട് പിന്നെ അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ചെയ്തിട്ട് പിന്നെ 7 മണിയാകുമ്പോഴത്തേനും ഡിന്നർ കഴിക്കണം. അപ്പോൾ ഡിന്നർ കൂടെ കഴിച്ച് നമുക്ക് ഈ വ്ളോഗ് അവസാനിപ്പിക്കാൻ നല്ല ലാഗായി പോവും. അപ്പോൾ ഷവായ ഉണ്ട് ഇപ്പോൾ കഴിച്ചത്. അപ്പോൾ കുറച്ച് ഞാൻ ഇരുന്ന് വർക്ക് ചെയ്യും. എഡിറ്റ് ചെയ്യണമെങ്കിൽ എഡിറ്റ് ചെയ്യും. ഒരു 10:30-11 മണിയാകുമ്പോൾ കിടന്ന് ഉറങ്ങും. അത്രേ ഉള്ളൂ. സ്കിൻ കെയർ ഒക്കെ ചെയ്തിട്ട് സ്കിൻ കെയറിന് മാത്രം വീട്ടിട്ട് ഞാൻ വേറെ ചെയ്യാം. അതായിരിക്കും നല്ലത്. അപ്പോൾ ഇത്രയുള്ളൂ വ്ളോഗിലേക്ക് ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അടുത്ത വീഡിയോ കാണുന്നവർക്കും ബൈ ബൈ.